ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. COB മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാസ്റ്റർ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ഒരിക്കൽ പോലും അധാർമികമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി, അങ്ങനെ നനയ്ക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്തിന് രക്ഷിക്കപ്പെടണം? അതുപോലെ തന്നെ ക്രിസ്തീയ കുടുംബത്തിൽ, ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി, അദ്ദേഹം ഈ രക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹവും ഈ രക്ഷിക്കപ്പെടുന്നതിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെടണം? എന്താണ് രക്ഷ? എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടുന്നത്? ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഈ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലുള്ള പരാജയമാണ് ഈ വിഷയം സംബന്ധിച്ച് പ്രകടമാകുന്നത്. ഒരാൾ ചെയ്യുന്ന പാപപ്രവൃത്തികളല്ല അയാൾക്ക് രക്ഷ വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. രക്ഷ ആവശ്യമായി വരാൻ കാരണം എന്തുകൊണ്ട്? നാം എല്ലാവരും ആദാമിന്റെ സന്തതികളാണ്. ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യർക്കും രക്ഷ അത്യാവശ്യമാണ്. ഏതൊരുവൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതിന്റെ മാനദണ്ഡത്തിലല്ല രക്ഷ ആവശ്യമാണോ അല്ലയോ നിശ്ചയിക്കുന്നത്. അവൻ ജന്മം കൊണ്ടത് ആദാമിൽ നിന്നാണെങ്കിൽ ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. എല്ലാ മനുഷ്യരും എങ്ങനെയാണ് പാപികളായത്? അവർ ചെയ്ത പാപപ്രവൃത്തി മൂലമല്ല. ആദാമ്യ പാപത്തിന്റെ പരിണിത ഫലമാണ് എല്ലാവരും പാപികളായി തീരാൻ കാരണം. അതുകൊണ്ട് രക്ഷ ആർക്കെല്ലാം ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ ആദാമിൽ നിന്ന് ജനിച്ചവർക്കെല്ലാം ആവശ്യമാണ്. മനുഷ്യവംശത്തിൽ പിറന്ന എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന വിധി പ്രസ്താവന പറയാൻ കാരണം. ആരും നീതിമാന്മാരല്ലെങ്കിൽ എല്ലാവർക്കും നീതി ആവശ്യമുണ്ട്. എങ്ങനെയാണ് നീതി എണ്ണത്തിലേക്ക് വരിക? രക്ഷയുടെ ഫലമായിട്ടാണ് നീതീകരണം ലഭിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ: യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന. എന്നിട്ടത് എടുത്തു പറയുന്നു: രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി വിശ്വസിക്കുകയും ചെയ്യണം. അവ നീതിമാൻ ആരുമില്ല എന്ന പ്രഖ്യാപനം എന്ന നിലയ്ക്ക് നീതീകരിക്കപ്പെടാനുള്ള ഏകമാർഗം യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കേവലം ക്രിസ്തു മരിച്ചു എന്ന അറിവ് ഒരാളെ രക്ഷിക്കുന്നില്ല. അക്രൈസ്തവരായ നിരവധി ആളുകൾ യേശു ക്രൂശിൽ മരിച്ചു എന്ന സത്യം മനസ്സിലാക്കിയവരും ബൗദ്ധിക തലത്തിൽ അത് അംഗീകരിക്കുന്നവരുമാണ്. എന്നാൽ അവർ നീതീകരിക്കപ്പെടാത്തതിന്റെ കാരണം ഒന്ന്, അവർ ഏറ്റുപറഞ്ഞിട്ടില്ല. രണ്ട്, യേശു ഉയർത്തു എന്നത് അവർ വിശ്വസിക്കുന്നില്ല. ഉയർപ്പ് ക്രിസ്ത്യാനികളിൽ ഏതാനും വിഭാഗം ആളുകളുടെ മാത്രം ഒരു ധാരണയാണ്, ഒരു വിശ്വാസമാണ് എന്നാണ് ആളുകൾ കരുതുന്നത്. അപ്പൊ യേശു ഉയർത്തു എന്ന്
ഏതൊരുവൻ വിശ്വസിക്കുന്നുവോ അവനാണ് നീതീകരണം കിട്ടുന്നത്. ആ നീതീകരണം കർത്താവിന് വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത് ആർക്ക് ആവശ്യമാണെന്ന് ചോദിച്ചാൽ സകല മനുഷ്യർക്കും ആവശ്യമാണ്. ആദാമിൽ നിന്ന് ജനിച്ചവരാണോ അവർക്കെല്ലാം ആവശ്യമാണ്. ആരും ചെയ്ത നീതിപ്രവൃത്തികളോ ആരും ചെയ്ത കുറ്റകൃത്യങ്ങളോ അതിൻ്റെ മാനദണ്ഡത്തിലല്ല രക്ഷ ലഭിക്കുന്നതും ലഭിക്കാത്തതും. അതുകൊണ്ട് ഒരു കുറ്റം ചെയ്യാത്തവനും അല്ലെങ്കിൽ ഒരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലാത്തവനും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്കും രക്ഷ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്ത പാപിയായ ഒരു മനുഷ്യനെ പോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത ആൾക്കും രക്ഷ ആവശ്യമാണ്. രക്ഷയുടെ ആവശ്യകത മനുഷ്യർക്കെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള സുവിശേഷം ലോകമൊക്കെയും പോയി പ്രസംഗിക്കുന്നത്. അത് മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക പോംവഴി. ഓക്കെ.